നമസ്കാരം. നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1 പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ റീസണിങ് ഇക്വേഷൻസ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് പ്രോബ്ലംസ് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് പെർസെൻറ്റേജുകളായിരുന്നു. സോ ഇക്വേഷൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഓരോ പെർസെൻറ്റേജുകൾ കാണാമെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ കുറച്ച് പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ലെവലുള്ള പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് നെറ്റ് എക്സാമിന് പ്രോബ്ലംസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അങ്ങനെ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വേറെ 2 ക്വസ്റ്റ്യൻസ് ആണെന്ന് ചെയ്യുന്നത്. സോ കൂടുതൽ സമയമൊന്നും കളയുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തു. ഇപ്പോൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് എന്തുകൊണ്ടാണ് ഈ പെർസെൻറ്റേജിന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാം. നമുക്ക് നെറ്റിൽ ഇപ്പോൾ ഈ മാത്തമാറ്റിക്സിലായിക്കോട്ടെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലായിക്കോട്ടെ എല്ലായിടത്തും ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനിലൊക്കെ ഒരു 5 ക്വസ്റ്റ്യനിൽ ഒരു 3 ക്വസ്റ്റ്യനോളം നമുക്ക് ഈ പെർസെൻറ്റേജ് മാത്രം അറിഞ്ഞാൽ കിട്ടും. സോ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ നെറ്റിന് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാനൊരു സ്ട്രെസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ ക്വസ്റ്റ്യൻ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. A salary is 40% of B salary, which is 25% of C salary. What percent of C salary is A salary? മൊത്തം ഒരു സാലറി മേലെ. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറയുന്നത്. എൻ്റെ സാലറി എന്ന് പറയുന്നത് ബീൻ്റെ സാലറീൻ്റെ 40% ആണ്. അതായത് ബിക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ 40% ആണ് എൻ്റെ സാലറി. ഇനി ബീൻ്റെ സാലറി എത്രയാണ്? സിക്ക് കിട്ടുന്ന സാലറി എത്രയാണോ അതിൻ്റെ 25% ആണ് ബീൻ്റെ സാലറി. അങ്ങനെയെങ്കിൽ വാട്ട് പെർസെൻറ്റ് ഓഫ് സി സാലറി ഈസ് എ സാലറി? എക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് സീൻ്റെ സാലറിയുടെ എത്ര പെർസെൻ്റ് ആണ്? ഇതാണ് നമ്മുടെ ചോദ്യം. സോ ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാം? ജസ്റ്റ് ഒന്നുകൂടി പറയാം. എൻ്റെ സാലറി എന്ന് പറയുന്നത് ബീൻ്റെ സാലറിയുടെ 40%ഉം ബീൻ്റെ സാലറി എന്ന് പറയുന്നത് സിയുടെ സാലറിയുടെ 25%ഉമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോരുത്തരുടെയും സാലറിയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് ആരുടെയും സാലറി തന്നിട്ടില്ല, ഒരു എമൗണ്ട് ആർക്കും തന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തിരുന്നെങ്കിൽ ഇത്തരം കണക്കുകളിൽ സിമ്പിളാണ്. നമ്മൾ ആരുടെങ്കിലും ഒരാളുടെ സാലറി 100 ആണെന്ന് അസ്യൂം ചെയ്യും. സോ ഇവിടെ ആരുടെയാണ് 100 അസ്യൂം ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ആരൊക്കെയാണ് നമ്മൾ ഈ 100 അസ്യൂം ചെയ്യാം? നമുക്ക് എക്കും ബിക്കും സിക്കും അസ്യൂം ചെയ്യാം. പക്ഷേ ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ സിക്ക് അസ്യൂം ചെയ്യാം. കാരണം എന്താ? സി ആണ് ലാസ്റ്റ് തന്നിട്ടില്ല, സി ആണ് ഇവിടെ ബേസ് ആയിട്ട് തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യാണ്? സീൻ്റെ സാലറി എന്ന് പറയുന്നത് 100 ആണ് നമ്മൾ അസ്യൂം ചെയ്യും. സീൻ്റെ സാലറി 100 ആണെങ്കിൽ ബീൻ്റെ സാലറി എത്രയാണ്? ബീൻ്റെ സാലറി എത്രയാണ് വരിക? 25% ഓഫ് 100 അല്ലേ? സീൻ്റെ സാലറിയുടെ 25% ആണ് ബിയുടെ സാലറി. അത് എത്ര വരിക? 2 വന്നില്ല, 25. ക്ലിയർ അല്ലേ? സീൻ്റെ സാലറി 100 എടുത്തു. അങ്ങനെയെങ്കിൽ ബീൻ്റെ സാലറി എത്രയാണ്? 100ൻ്റെ 25 ആണ്. ബീൻ്റെ സാലറി എന്ന് പറയുന്നത് സീൻ്റെ 25% ആണ്. സോ 100ൻ്റെ 25% 25 ആണെന്ന് കിട്ടി. ഇനി എൻ്റെ സാലറി എത്ര വരിക? എൻ്റെ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 40% ഓഫ് 25. എങ്ങനെ 25 ഇവിടെ വന്നേ? 40% ഓഫ് ബീൻ്റെ സാലറിയാണ്. ബീൻ്റെ സാലറി 25 ആണ്. സോ 40% ഓഫ് 25 ആണ് എൻ്റെ സാലറി. എങ്ങനെയാണ് ഈ 40% നമ്മൾ കാണുക? ഇക്വേഷൻസ് ഒന്നും ഇല്ല നമുക്ക് കേട്ടോ. സോ 25 ആണെന്ന് പറയും. ഇതിൻ്റെ 10% എത്രയാണ്? 2.5 ആണ് അല്ലേ? 25ൻ്റെ 10% 2.5 ആണ്, അതായത് 2.5. അങ്ങനെയെങ്കിൽ 40% എത്രയാണ്? 2.5 × 4 എത്രയാണ് വരിക? 2.5. 2 2 5, 5 5 10. സോ എത്രയാണ് വരിക? 10 ആണ് എന്ത്? എൻ്റെ സാലറി. ഇപ്പോൾ നമുക്ക് എക്കും എൻ്റെയും ബീൻ്റെയും സീൻ്റെയും സാലറി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. ഇത് നമ്മുടെ ചോദ്യം എന്താണ്? വാട്ട് പെർസെൻറ്റ് ഓഫ് സി സാലറി? സീൻ്റെ സാലറിയുടെ എത്ര പെർസെൻ്റ് ആണ് എൻ്റെ സാലറി? സോ സീൻ്റെ സാലറി എത്രയാണ്? 100. ഇതിൻ്റെ എത്ര ശതമാനമാണ് ഈ 10 എന്ന് പറയുന്നത്? എത്രയാണ്? 100ൻ്റെ എത്ര ശതമാനമാണ് 10? 100ൻ്റെ 10% അല്ലേ? സോ 100ൻ്റെ 10%. ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ എ 10 ആണ് എന്ത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഒറ്റ വട്ടം നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കണ്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാം, ജസ്റ്റ് 2 3 വട്ടം കാണുക. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. സോ ജസ്റ്റ് അത് കണ്ട് ക്ലാരിഫൈ ആക്കുക.
ഈ ഒരു കാര്യം നമ്മളോട് പറയാൻ മറന്നു. നിങ്ങൾ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ താഴെ കിടക്കുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ. ലാസ്റ്റിക്ക് ഞങ്ങൾ മറക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുള്ള ആ ഒരു ഇതിന് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 10% and then increased by 10%. The numbers obtained is 10 less than the original number. What was the original number? ഒരു നമ്പർ നമ്മൾ എടുത്തിട്ട് അതിനെ 10% കുറച്ചു, എന്നിട്ട് അതേ നമ്പർ നമ്മൾ എന്ത് ചെയ്തു, ആ കിട്ടിയ അതായത് 10% കുറച്ച നമ്പറിൻ്റെ ഒപ്പം 10% കൂട്ടി. അപ്പം നമുക്ക് കിട്ടിയ നമ്പർ എന്തായിരുന്നു? ഒറിജിനൽ നമ്പറിനേക്കാൾ 10 കുറവായിരുന്നു. അങ്ങനെയെങ്കിൽ ഒറിജിനൽ നമ്പർ എത്ര? സെയിം മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യും. ഇവിടെ നമുക്കൊരു എത്രയാണ് നമ്പർ തന്നിട്ടില്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ആ നമ്പറിനെ നമ്മളിവിടെ 100 ആയിട്ട് അസ്യൂം ചെയ്യാണ്. എന്നിട്ട് അതിന്ന് നമ്മളൊരു 10% കുറയ്ക്കും അല്ലേ? 10% കുറയ്ക്കുകയാണ്. ഏരോ മാർക്ക് താഴെ കിട്ടാൻ കുറയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്രയും വരിക? 100ൻ്റെ 10% 10 സോ നമ്മൾ എന്ത് ചെയ്തു, 10 കുറച്ചു. നമുക്കിവിടെ എത്രങ്ങി വരും? 100ൽ നിന്നും നമ്മളിവിടെ 10 കുറച്ച് നമുക്ക് അവിടെ 90 കിട്ടി. സോ നമ്പർ എത്രയാണ്? ഫസ്റ്റ് നമ്മൾ ഗേസ് ചെയ്തു 90 ആണ്. ഇനി സെയിം നമ്പർ എന്താ ചെയ്യുന്നത്? ആൻഡ് ദെൻ ഇൻക്രീസ്ഡ് ബൈ 10%. ഇനി നമ്മൾ ഈ 90 എന്ന് പറയുന്ന എമൗണ്ടിന് എന്ത് ചെയ്യാണ്? 10% നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്. അതായത് ഈ 90ൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? 10% ഇൻക്രീസ് ചെയ്യുക. ഇവിടെ എത്രയാണ് ഈ 10%ൻ്റെ എമൗണ്ട് വരിക? 10 ആണോ? അല്ല, ഇത് നമ്മൾ പറഞ്ഞു ഈ എമൗണ്ടിൻ്റെ അല്ലെ. സോ ഈ 90 എന്ന് പറയുന്ന എമൗണ്ടിൻ്റെ 10% നമ്മൾ എടുക്കുക. അത് നമുക്ക് എത്രയാണ് വരിക? 9 ആണ് വരിക. ഈ എങ്ങനെയാണ് ഈ പെർസെൻറ്റേജ് ഒക്കെ കാണുക എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഏത് നമ്പർ ആയിക്കോട്ടെ, ലാസ്റ്റ് ഡിജിറ്റ് 0 വേണമെന്നൊന്നുമില്ല, ഏതൊരു നമ്പർ ആണെങ്കിലും എങ്ങനെയാണ് അതിൻ്റെ എത്ര ശതമാനം വേണമെങ്കിലും കാണുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്കിത് മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക, ക്ലാരിഫൈ കിട്ടും. അപ്പോൾ നമുക്ക് 90 + 9 എത്രയാണ്? 99 ആണ് എന്ന് കിട്ടി. അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്താ പറയുന്നത്? ദ നമ്പർസ് ഒബ്റ്റെയിൻഡ് ഈസ് 10 ലെസ് ദാൻ ദ ഒറിജിനൽ നമ്പർ. ഇങ്ങനെ നമുക്ക് കിട്ടിയ ഈ നമ്പർ എന്ന് പറയുന്നത്, ഈ 99 എന്ന് പറയുന്നത് ഒറിജിനൽ നമ്പറിനേക്കാൾ 10 ലെസ് ആണ്. ഒറിജിനൽ നമ്പർ നമ്മുടെ എത്രയാണ്? നമ്മുടെ ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നത് 100ഉം നമുക്കിപ്പോൾ ഇതൊക്കെ ഈ ആക്ഷൻസ് ഒക്കെ ചെയ്തതിന് ശേഷം കിട്ടിയ നമ്പർ എത്രയാണ്? 99 ആണ്. ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. നമുക്ക് വേണ്ട ഡിഫറൻസ് എത്രയാണ്? 10 ആണ്. സോ ഈ 1 10 ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 0 കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 0 കൊടുത്താൽ മതി അല്ലേ? സോ 1000ൽ നിന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 ആണ് ഡിഫറൻസ് വരുന്നത്. സോ നമുക്ക് എന്താണ് അത്? ലോജിക്കാട്ടോ. അതായത് നിങ്ങൾക്ക് 1 ആണ്, അതായത് നിങ്ങൾ 100ൽ നിന്നും 1 കുറച്ച് നമുക്ക് 99 കിട്ടി. സോ 100ൽ നിന്നും 10 ആണ് നമുക്ക് ഡിഫറൻസ് വരേണ്ടത് എന്നുണ്ടെങ്കിൽ ആ 100ന് പകരം എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഒരു 0 കൂടി ആഡ് ചെയ്യും. സോ 1000 ആണ് അവിടെ ഉത്തരം വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി വ്യക്തമാക്കാം. ലാസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മുതൽ ലാസ്റ്റ് പോയിന്റ് മാത്രം നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഈ ഒരു പോയിന്റ് വേണമെങ്കിൽ വായിച്ചു കളഞ്ഞ് ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കിവിടെ 99 ആണ്, അതായത് ആക്ച്വൽ ഒറിജിനൽ നമ്പറിൽ നിന്നും വന്ന ഡിഫറൻസ്. ഒറിജിനൽ നമ്പർ 100ഉം നമുക്ക് ഈ ആക്ഷൻസ് അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റിക്ക് ശേഷം കിട്ടിയ നമ്പർ 99 ആണ്. സോ ഡിഫറൻസ് എത്ര കിട്ടി? 1 ആണ് വന്നത്. നമുക്ക് എത്ര ഡിഫറൻസ് വേണ്ടേ? 10 ആണ്. സോ ലോജിക്കലി ആലോചിക്കുക, ഇവിടെ 100 ആണ് നമ്പർ എന്നുണ്ടെങ്കിൽ 1 ആണ് ഡിഫറൻസ്. അപ്പോൾ 200 ആണ് നമ്പർ എന്നുണ്ടെങ്കിൽ എന്താവും? 2 ആണ് ഡിഫറൻസ് വരിക. 300 ആണെങ്കിൽ 3 ആണ് ഡിഫറൻസ് വരിക. അപ്പോൾ ഡിഫറൻസ് 10 ആവണമെങ്കിൽ നമ്മുടെ നമ്പർ എത്രയായിരിക്കണം? 100ൻ്റെ ഒപ്പം ഒരു 0 കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. 1000 ആണ് ഉത്തരം വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അഥവാ ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഞാൻ പറയാം, 2 3 വട്ടം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് കാണാം, എന്തായാലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കി വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്കൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനാവും ആൻസർ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ക്ലിയർ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഉത്തരം ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയുണ്ട് നിങ്ങളുടെ വീഡിയോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനുണ്ടോ? ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് ഏതാണത് നെറ്റ് എക്സാമിൻ്റെ പേപ്പർ 1ൽ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് ഏത് ടോപ്പിക്ക് തോന്നിയാലും നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം. നമ്മളത് സിമ്പിളായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇത്രയൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യണം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. കാരണം അവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും.
സോ നെറ്റോ സെറ്റോ ഏത് എക്സാം വെച്ചാൽ ആയിക്കോട്ടെ, കോമ്പറ്റേറ്റീവ് എക്സാംസ് വേണം, മാത്സ് അല്ല, മാത്സ് എല്ലാവർക്കും ആവശ്യമുള്ളതാണ്.